ഇപ്പോൾ സമയം 8:36. 9 മണിയാകുമ്പോൾ എൻ്റെ ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് റെഡി ആയി നിൽക്കണം, എന്നിട്ട് വേണം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ഈ സാരിയുടെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും നേരെ നിശ്ചയമില്ല. അവള് വന്നിട്ട് ഉടുപ്പിക്കണോ? റസിക്ക് തീരെ അറിയില്ല ഉടുപ്പിക്കാൻ. ഇതുകൊണ്ട് ഞാനിന്നൊരു താജ്മഹൽ പണിയൊന്നും പറയൂലേ, ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഇപ്പോൾ ഈ സാരി ഉള്ളത്. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഈ സാരിയുടെ പുറകെ നടക്കുവാണ്. അത് അയൺ ചെയ്യണം, അത് പ്ലീറ്റ് ഇടണ്ടേ, ഒരുപാട് കഷ്ടമാണ്. അതുമല്ല അതിനൊത്ത് ആക്സസറീസ് വെക്കണം. പിന്നെ ടൈം നോക്കിയിട്ട്, കറക്റ്റ് ടൈം നോക്കിയിട്ട് എൻ്റെ ഇവിടെ ഒരു കുരുവും വന്നത് വിടും. അതുകൊണ്ട് മൂഞ്ചിരിക്കുകയാണ്. സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് പെട്ടെന്ന് പോയി റെഡി ആവാൻ. ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. സേബപ്പ് എൻ്റെ അടുത്ത് വന്നിട്ടിരിക്കും. എന്നിട്ട് ഞാൻ കഴിക്കുമ്പോൾ കുറച്ച് അവൾക്ക് വായിക്കിട്ട് കൊടുക്കും. അതായിരിക്കും അവൾ കഴിക്കുന്നത്, അല്ലാണ്ട് അവളായിട്ടൊന്നും കഴിക്കും. ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലല്ലോ. ഹലോ, ദിസ് ഇസ് മീ ഐഷത്ത് സഫാര. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ എടുത്തു ഞാൻ ഈ സാരി ഇങ്ങനെ ഒന്നാക്കി എടുക്കാൻ വേണ്ടി. എൻ്റെ ഫ്രണ്ട് വരുമ്പോഴേക്കും ലേറ്റായി. അതുകൊണ്ട് എനിക്ക് കാര്യം, ഇല്ലെങ്കിൽ അവൾ വന്നിട്ട് എന്നെ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നതിന്. എന്നാലും എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ എനിക്ക് തോന്നിയിട്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. കാരണം ഇത് കഷ്ടപ്പെട്ട് ഞാൻ കൊടുത്തതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. പിന്നെ അത് ഫ്രണ്ട്സായി. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടായി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനും എടുത്തു. ഇങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്താൽ നമ്മൾ അധികം ലേറ്റായി. 9:30 തുടങ്ങിയ പരിപാടി ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും 12:15 ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. സദ്യ വിളമ്പുക തന്നെ 2:15 ആയിരുന്നു. 2:15 ആ ഒരു സമയത്തായിരുന്നു സദ്യ കൊടുക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് സദ്യ കഴിക്കാൻ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ സിവിലുകാരുടെ പ്രൊജക്റ്റാണ്. ഇത് കംപ്ലീറ്റ് ആയില്ല, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരുന്നു നമ്മൾ പോകുമ്പോഴേക്കും. പിന്നെ അവിടുന്ന് ഒരു ചെണ്ടമേളമായിരുന്നു, ഭയങ്കര ഒച്ചപ്പാട്. ഇപ്പം വിചാരിക്കും ഓണപ്പരിപാടി എന്തിനാ അറബി. ഇത് ഞങ്ങൾ സിവിലുകാരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ മാവിലേക്ക് ചെറുതായിട്ടൊരു പ്രൊമോഷൻ കൊടുത്തതാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ചെയ്തു. ഇത് ഞങ്ങളെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഇട്ട് വലിയൊരു ഓണായിരുന്നു കേട്ടോ. തിമിർത്തോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടിയിലെ 2 പൂക്കളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായത്, S3 സിവിലിൽ ഇട്ടിട്ടുണ്ടായതും പിന്നെ ഞങ്ങളെ ടീച്ചേഴ്സ് ഇട്ടിട്ടുണ്ടായതുമാണ്. ഇതും അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായി ഭയങ്കര ഇഷ്ടം. ഞാൻ കുറേ സമയം ഇത് നോക്കുന്നൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് കാണാൻ അടിപൊളിയല്ലേ. ഇതിന് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രൈസും കിട്ടിയെന്ന് തോന്നുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായതാണ്. നല്ലയാ. ചൂടെടുക്കുന്നു ഗൈസ്. അതുമല്ല ഫുഡും തന്നില്ല, ആയിട്ടില്ല പോയി. നമുക്ക് വിശക്കുന്നു നല്ല വിശപ്പില്ല ഗൈസ്. നമുക്ക് ഫുഡില്ല. ഓണസദ്യ കുറച്ച് ഓണസദ്യ ഇതുവരെ വിളമ്പി. പിന്നെ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. പേടിക്കണ്ട, അതിൻ്റെ ഒരു ഫ്രണ്ട് ഷീസ് ഗായത്രി. ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും അവിടുത്തെ തിരക്ക് കണ്ടോ. അങ്ങനെ കുറച്ച് അധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഈ പെറ്റെടുക്കാനൊന്നും പറയില്ല, അതുപോലെയായിരുന്നു. ഞങ്ങൾ ആ കുറച്ച് സീറ്റിനടുത്ത് അവിടെ തന്നെ ഇരുന്ന് ആ പ്രതിജ്ഞ ഇരുന്ന് മേടിച്ചതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇല വന്നു, ചോറ് വന്നു, സാമ്പാർ വന്നു. പിന്നെ ഈ സാധനമില്ല, ഇതെനിക്കെന്താണെന്ന് അറിയില്ല കേട്ടോ, അതിന് പേര് പറയാനറിയില്ല. സോ ആ സാധനം വന്നു. പിന്നെ വൈറ്റ് കളറിലൊരു ഇത് കൂട്ടുകറി വന്നു. പിന്നെ ഏകദേശം ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട്, നല്ല തിരക്കായ സമയത്തുകൊണ്ട് അങ്ങനെയൊന്നും കിട്ടിയില്ല. ശരിക്കും സദ്യ കഴിച്ച് എണീച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് എനിക്ക് പഴവും ചിപ്സും മറ്റേ ശർക്കര വരട്ടിയതാണ്, അതൊന്നും കിട്ടിയില്ലല്ലോ ഒന്ന്. അമ്മാതിരി തിരക്കായിരുന്നു. ഒന്നിൽ ഫസ്റ്റ് പോയിരിക്കണമായിരുന്നു, അല്ല ഏറ്റവും അവസാനം ഇരിക്കണമായിരുന്നു. ഏറ്റവും അവസാനം ഇരിക്കുന്ന ഇച്ചിരി റിസ്ക്കാണ്, ഫസ്റ്റ് തന്നെ ഇരിക്കണമായിരുന്നു. ആ സമയത്ത് നമ്മൾ വേറെ എവിടെയോ ഫോട്ടോസ് എടുക്കുന്നത് പറഞ്ഞ് വായി നോക്കിയിരുന്നതായിരുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. പായസം പ്രഥമനായിരുന്നു, അടിപൊളി. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അവസാനം പെരുമ്പാമ്പ് ഇഴയെ വിഴുങ്ങി എന്ന് പറയൂല, ആ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഇരുന്നിടത്ത് പോലെ എണിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചായിരുന്നു.
സദ്യയും കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങി. ഇപ്പോൾ കുറച്ച് പിള്ളേരുടെ ഡാൻസൊക്കെ ആയിരുന്നു, ഞങ്ങളുടെ ജൂനിയേഴ്സിൻ്റെയും പിന്നെ വേറെ കുറച്ച് ചേച്ചിമാർ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുടെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴായിരിക്കും കഥയിലൊരു ട്വിസ്റ്റ്. പുറത്ത് നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ബാക്കിയുള്ള പരിപാടിയൊന്നും നടന്നില്ല. വടംവലിയും പിന്നെ ഉറിയടിക്കലും അതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കില്ല പിന്നെ ചെയ്തത്. ഞങ്ങളുടെ സിവിൽ സെക്കൻഡ് ഇയറിൻ്റെ ഓണപ്പരിപാടി ഇവിടെ കഴിഞ്ഞു. പറഞ്ഞ പോലൊന്നും നടന്നില്ല. വടംവലിയോ പിന്നെ എന്ത് ഇതും നടന്നില്ല. ഉറി അടിച്ച് പൊട്ടിക്കുന്നതും വടംവലിയൊന്നും നടന്നില്ല. ബിക്കോസ് നല്ല മഴയാണ് ഇവിടെ, നല്ല മഴയാണ് ഇവിടെ, അതുകൊണ്ട് അതൊന്നും നടന്നില്ല. എന്തായാലും ചെറിയൊരു സംഭവത്തിൽ നല്ല അടിപൊളിയായിരുന്നല്ലേ, രസം, നല്ല വൈബ് ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്ത്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. നോക്കടാ, അടുത്ത വീഡിയോയിൽ കാണാം.